നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. 2.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മെയിൻ ബോർഡ് IPOകൾ വീണ്ടും മാർക്കറ്റിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ മെയിൻ ബോർഡ് IPO അല്ലെങ്കിൽ പ്രധാന IPO എന്ന് പറയുന്നത് സിർമ SHG ടെക്നോളജീസ് ലിമിറ്റഡ് എന്നൊരു ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്. മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ആയി വന്നപ്പോഴത്തേക്കും ഈ കമ്പനിയുടെ IPO എത്തിയിരിക്കുകയാണ്. 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 766 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളും 74.13 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും കൂടി ചേർന്ന് ഒരു 840.13 കോടി രൂപയുടെ ഇഷ്യൂ ആണ് കമ്പനി മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ഈ ഇഷ്യൂവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ കമ്പനിയാണ്, ചെന്നൈ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. 2004 ആരംഭിച്ച ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മടിക്കേണ്ട. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സിർമ SGS ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് രംഗത്തെ ഒറിജിനൽ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഡിസൈനിങ് എഞ്ചിനീയറിംഗ് ആണ് ഇവരുടെ പ്രധാന ഒരു വർക്കിംഗ് മേഖല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലാണ് കമ്പനിയുടെ ആസ്ഥാനം. ഇപ്പോഴത്തെ ഈ IPO വഴി 840.13 കോടി രൂപ മാത്രമേ കമ്പനി റേസ് ചെയ്യുന്നുള്ളെങ്കിലും അതിൽ കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാനായിരുന്നു കമ്പനി ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ IPOയ്ക്ക് തൊട്ട് മുമ്പ് ഒരു IPO ഇഷ്യൂ കമ്പനി നടത്തുകയുണ്ടായി. അതായത് ഏകദേശം 38 ലക്ഷം ഓഹരികൾ വിറ്റഴിച്ച് അവർ 110 കോടി രൂപയാണ് റേസ് ചെയ്യുന്നത്. അപ്പോൾ 110 കോടിയുടെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വില ഇപ്പോഴത്തെ ഇഷ്യൂവിനിട്ടിരിക്കുന്ന പ്രൈസ് ബാൻഡിൻ്റെ ഹയസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് 220 റുപ്പീസ് ആണെങ്കിൽ അന്നത്തെ അതിനിട്ടിരുന്ന പ്രൈസ് 290 റുപ്പീസ് ആയിരുന്നു. എന്നിട്ടും അവർക്ക് അത്രയും ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ കമ്പനിയുടെ അക്വിസിഷൻ്റെ കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. SGS ടെക്നിക്സ് എന്ന് പറയുന്ന സമാന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയെ അവർ ക്യാഷും ഷെയർസും ആയിട്ടുള്ള ഒരു ഡീല് നടത്തിക്കൊണ്ട് കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു. അക്വിസിഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ പെർഫെക്റ്റ് ID എന്ന് പറയുന്ന ഒരു കമ്പനിയെയും അവർ ഇത്തരത്തിൽ ക്യാഷ് കൊടുത്തും അക്വയർ ചെയ്തെടുത്തു. അപ്പോൾ ഈ രണ്ട് കമ്പനികൾ ഈ അടുത്ത കാലത്ത് ഇതിൽ വന്ന് ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സിർമ SGS ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള പേര് കമ്പനിക്ക് വരാൻ കാരണവും. ഇനി കമ്പനിയുടെ പ്രധാന പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PCBS ആണ് പ്രധാനമായിട്ടും, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് അസംബ്ലീസ്. ഇത് നമുക്കറിയാം എല്ലാ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തും ആവശ്യമുള്ളതാണ്. IT രംഗത്താണെങ്കിലും മറ്റ് ഇൻഡസ്ട്രിയൽ രംഗത്തും മെഡിക്കൽ ഫീൽഡിലും ഓട്ടോമോട്ടീവ് രംഗത്താണെങ്കിലും കൺസ്യൂമർ പ്രൊഡക്ട്സ് രംഗത്താണെങ്കിലും ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ട്. പിന്നെ രണ്ടാമത് പറയുമ്പോൾ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ പ്രോഡക്ട്സ് ആണ്. ഇത് ഷിപ്പിംഗ് രംഗത്ത്, ഹെൽത്ത് കെയർ, പിന്നെ മാനുഫാക്ചറിങ് രംഗം, റീറ്റെയിൽ, പിന്നെ ഫിൻടെക്, ഇതെല്ലായിടത്തും ഈ പ്രോഡക്റ്റുകൾ ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് മൂന്നാമത് പറയാവുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സ് ആണ്. അതിൻ്റെ നിർമ്മാണം, അതായത് മാഗ്നറ്റിക് പ്രോഡക്ട്സ്, അതായത് ഈ ചോക്സ്, ഇൻഡക്ടേഴ്സ്, മാഗ്നറ്റിക് ഫിൽറ്റേഴ്സ്, ട്രാൻസ്ഫോമർ, പിന്നെ ഹൈ വോളിയം മാനുഫാക്ചറിങ് അസംബ്ലീസ്, ഇതിനെല്ലാം വേണ്ട കാര്യമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റ് മദർ ബോർഡ്സുകൾ, ഇലക്ട്രോണിക് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് മദർ ബോർഡുകളുടെ നിർമ്മാണം. അതുകൂടാതെ DRAM മൊഡ്യൂൾസ്, സോളിഡ് സ്റ്റേറ്റ് ആൻഡ് USB ഡിവൈസസ്, ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. സിർമയുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശിലൊക്കെയാണ് കമ്പനിക്ക് യൂണിറ്റുകളുള്ളത്. സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കർണാടകയിലുമാണ്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലാണ് ഇവരുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹരിയാനയിലാണെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി പാർക്ക് സ്കീം അനുസരിച്ചുള്ള സ്പെഷ്യലായിട്ടുള്ള സോണിലാണ് ഈ കമ്പനിയുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കമ്പനിക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം.
റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ R&D എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിലാണ് കമ്പനിക്ക് യൂണിറ്റുകളുള്ളത് R&Dക്ക് വേണ്ടിയിട്ട്. ഒന്ന് ചെന്നൈയിൽ തന്നെയാണ്. ചെന്നൈ കൂടാതെ ഗുർഗാവണിൽ ഒരു R&D സെക്ഷനുണ്ട്. അത് കൂടാതെ വിദേശ കമ്പനികളിൽ നിന്നുള്ള ഓർഡറുള്ള കമ്പനി ആയതുകൊണ്ട് അവർ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്തും ഇത്തരത്തിലൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെൻറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സിർമ SGS ടെക്നോളജീസ്. അവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളുടെയും ലോഗോകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ തന്നെ ലോഗോകൾ കാണാം. ഇന്ത്യൻ നേവിയുടെയും അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് വിഭാഗത്തിൻ്റെയും എല്ലാം ലോഗോകൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് പോലെയോ അല്ലെങ്കിൽ യുറേക്ക ഫോബ്സും പോലെയൊക്കെയുള്ള ഹിന്ദുസ്ഥാൻ ലിവർ പോലെയൊക്കെയുള്ള പ്രധാന കമ്പനികളെല്ലാം തന്നെ ഇവരുടെ പ്രധാന കസ്റ്റമേഴ്സ് ആണ് എന്ന് നമുക്ക് ഈ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എല്ലാം ഒന്നും ഇവിടെ വായിക്കുന്നില്ല. ഇനി പ്രധാന പ്രൊമോട്ടേഴ്സിനെ നോക്കാം. സന്ദീപ് ടാണ്ടൻ എന്ന് പറയുന്ന ആളാണ് പ്രധാന പ്രൊമോട്ടർ. അതുകൂടാതെ ജസ്ബീർ സിംഗ് ഗുജ്റാൾ, ഇവർ രണ്ടുപേരും പ്രധാന പ്രൊമോട്ടേഴ്സാണ്. അതുകൂടാതെ വീണാകുമാരി ടാൻഡനും പിന്നെ ടാൻകോം ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് മെമ്പർ കൂടി ഇതിൽ പ്രധാന പ്രൊമോട്ടറായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രധാന പ്രൊമോട്ടേഴ്സിൽ ഒരാളായിട്ടുള്ള സന്ദീപ് ടാൻഡനെയാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ ചിത്രം ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ജസ്ബീർ സിംഗ് ഗുജ്റാൾ എന്ന് പറയുന്നത്. ഇവരുടെ കൈവശം ഏകദേശം 58.78% ഓഹരികൾ IPOയ്ക്ക് തൊട്ട് മുമ്പ് അവരുടെ കൈവശമുണ്ട്. അത് കൂടാതെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യ ഗ്രോത്ത് ഫണ്ട് 2, പിന്നെ ഹോൾഡിങ്സ് LCC, മലബാർ സെലക്ട് ഫണ്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വെഞ്ചർ ഫണ്ടുകളും ഇതിൽ ഇൻവെസ്റ്റേഴ്സാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് പരിശോധിക്കാം. ഈ ധനകാര്യ വർഷം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ധനകാര്യ വർഷത്തെ അപേക്ഷിച്ച് 43% കമ്പനിയുടെ റവന്യൂവിൽ വർധനവുണ്ടായിട്ടുള്ളത്. ഈ വർഷം 1267 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല കമ്പനിയുടെ ആ ഒരു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 17% വർദ്ധിച്ചിട്ടുണ്ട് ഈ മാർച്ച് 2022. അതായത് 76.45 കോടി രൂപയാണ് ഇപ്രാവശ്യത്തെ നെറ്റ് പ്രോഫിറ്റ്. അതായത് തകർപ്പൻ പ്രകടനമാണ് ഫിനാൻഷ്യൽ സൈഡിൽ കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വാല്യുവേഷനായിട്ട് കാണാവുന്നത് 2021 ഫിനാൻഷ്യൽ വർഷത്തിലെ EPS 4.52 റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 16.92%, NAV പെർ ഷെയർ 27.61 ഇഷ്യൂ വഴി ലഭിക്കുന്ന മൂലധനം എന്തിനു വേണ്ടിയാണ് കമ്പനി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. പ്രധാനമായിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടും മറ്റ് പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് കമ്പനി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഋണബാധ്യതകൾ തീർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. കാരണം വലിയ കടബാധ്യതകളൊന്നുമുള്ള ഒരു കമ്പനി അല്ല ഇത് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് കമ്പനി ഈ ഫണ്ട് ഉപയോഗിക്കും. പിന്നെ ജനറലായിട്ട് കമ്പനിയുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഈ ഓഹരി വിശേഷം ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. സബ്സ്ക്രിപ്ഷൻ 12-ാം തീയതി മുതൽ ഓഗസ്റ്റ് 18-ാം തീയതി വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 209 രൂപ മുതൽ 220 രൂപ വരെ ആയിരിക്കും. ഫ്രഷ് ഇഷ്യൂ നേരത്തെ നമ്മൾ പറഞ്ഞ 766 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ്. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ 74.13 കോടി രൂപയ്ക്കുള്ള ഓഹരികളുണ്ട്. ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 840.13 കോടി രൂപയ്ക്കുള്ള ായിരിക്കും. അപ്പോൾ ഒരു ഇടത്തരം സബ്സ്ക്രൈബർക്ക് 68 ഓഹരികളാണ് അപ്ലൈ ചെയ്യാവുന്നത്. ഇടത്തരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് അങ്ങനെ 68 എണ്ണമാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിക്ക്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട് ഈ ഓഹരി. കാരണം ലാഭത്തിൽ പോകുന്നൊരു കമ്പനിയാണെന്ന് മറക്കരുത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാന ഓഹരിയാണിത്. മെയിൻ ബോർഡിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് മറക്കരുത്. ഇനി ഇതിൻ്റെ ഡേറ്റുകളിലേക്ക്
നമുക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരിക. അതിൻ്റെ റീഫണ്ട് വരുന്നത് ഓഗസ്റ്റ് 24-ാം തീയതിയാണ് കിട്ടാത്തവർക്ക്. ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ഓഗസ്റ്റ് 25-നും ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 26-ാം തീയതിയുമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കണോ ഈ ഓഹരി എന്നൊക്കെ പലർക്കും സംശയം തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും ഇതിൻ്റെ റവന്യൂ സൈഡും അതുപോലെ തന്നെ പ്രോഫിറ്റ് സൈഡും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇതിൽ വളരെ നല്ല ഒരു ഫിനാൻഷ്യൽ സൈഡുള്ള ഒരു കമ്പനിയാണ്. പിന്നെ ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണ്. കസ്റ്റമേഴ്സിലെ ഭൂരിഭാഗം കസ്റ്റമേഴ്സും സ്ഥിരം കസ്റ്റമേഴ്സും വർഷങ്ങളായിട്ട് ഇവരോടൊപ്പം നിലനിൽക്കുന്ന കസ്റ്റമേഴ്സുമാണ് എന്നുള്ളത് ഇവരുടെ ഒരു സ്ട്രെങ്ത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്രൈസ് ബാൻഡ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ബാൻഡ് 220 അപ്പർ സൈഡ് കാണുന്നത്. പ്രീ IPO അതായത് അവരൊരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തിയപ്പോൾ പോലും 290 രൂപ വിലയിട്ടിട്ടാണ് അവർ ഇഷ്യൂ നടത്തിയത്. അന്നും ഇത് നല്ലപോലെ സബ്സ്ക്രൈബ്ഡ് ആയി എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 220 രൂപയ്ക്ക് മാർക്കറ്റിൽ ഇത് നല്ല പോലെ തന്നെ ചിലവാവാൻ സാധ്യതയുള്ളൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനി അപ്ലൈ ചെയ്യാനായിട്ട് ഒട്ടും മടിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ്, ICICI സെക്യൂരിറ്റീസ്, IIFL സെക്യൂരിറ്റീസും അതോടൊപ്പം തന്നെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. 2.5 മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മെയിൻ ലൈൻ IPO മാർക്കറ്റിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മെയ് മാസം 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നീണ്ടുനിന്ന ഈതർ ഇൻഡസ്ട്രീസിന് ശേഷം ഇപ്പോഴാണ് സിർമ SGS ടെക്നോളജീസ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇതിനു വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നെനിക്കറിയാം. എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.